ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അനാലിസിസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് മെയിൻ സ്പോട്ട്ലൈറ്റിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ഏതൊക്കെയെന്ന് നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ട് സെൻസസിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് സെൻസസ് ടു കൺക്ലൂഡ് ബൈ March 2027 സെയ്സ് ഗവൺമെൻറ്. സെക്കൻഡ് ന്യൂസ് ആർട്ടിക്കിൾ എസ്പോസോമിക് ഫോർ ബെറ്റർ എൻവയോൺമെൻറ്റൽ ഹെൽത്ത്, ഒരു എൻവയോൺമെൻറ്റൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. തേർഡ് വൺ എയിമിംഗ് ഫോർ ആൻ എറ ഓഫ് ബയോ ഹാപ്പിനെസ് ഇൻ ഇന്ത്യ, ഇതൊരു എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. ദെൻ BESS ഇൻ ഇന്ത്യസ് ക്ലീൻ എനർജി ട്രാൻസിഷൻ, ഇതും ആക്ച്വലി ഒരു എൻവയോൺമെൻറ്റൽ സൈഡിലുള്ള ന്യൂസാണ്. മെജോറിറ്റി ഇന്ന് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ആയതുകൊണ്ടാണ് ഈ ഒരു ആസ്പെക്റ്റിലുള്ള ന്യൂസ് വരുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ എംപവറിംഗ് വുമൺ ഇൻ ഗ്രീൻ ബിസിനസ്, അതൊരു എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. ഈസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കമിങ് എ ഡിസ്ട്രാക്ഷൻ, സെയിം ടോപ്പിക്കിലുള്ള ന്യൂസാണ്. ഹാസ് എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഇൻ ഇന്ത്യ എക്സാബറേറ്റഡ്, അതൊരു എൻവയോൺമെൻറ്റൽ ന്യൂസാണ്. ആൻഡ് ഫൈനലി എ ന്യൂസ് ഓൺ സീനിയർ സിറ്റിസൺ, ഗവൺമെൻറ് ടു ബ്രിങ് ന്യൂ നാഷണൽ പോളിസി ഓൺ സീനിയർ സിറ്റിസൺ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്ന മെജോറിറ്റി എൻവയോൺമെൻറ്റൽ സൈഡിലുള്ള ന്യൂസാണ്. നമുക്ക് ഇതിൻ്റെ ഒരു അനാലിസിസും പ്രിലിംസ് മെയിൻസ് പോയിന്റിലുള്ള ഡിസ്കഷനിലോട്ടും പോകാം. ഓക്കെ, മൂവിങ് ടു ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സെൻസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് ന്യൂസ് പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത March 2027 സെൻസസ് കൺക്ലൂഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 2 yearsനുള്ളിൽ തന്നെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സെൻസസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ഈസ് എ ഫസ്റ്റ് സെൻസസ് ഇൻക്ലൂഡിങ് ഡിജിറ്റൽ ആൻഡ് കാസ്റ്റ് ബേസ്ഡ് സെൻസസ്. അപ്പോൾ ഡിജിറ്റലും കാസ്റ്റ് ബേസ്ഡ് സെൻസസും ആയിട്ട് ക്യാരി ഓണാണ്. മെത്തോഡോളജിക്കലി ഒരു ചേഞ്ച് വരുന്ന ഒരു ഫസ്റ്റ് സെൻസസ് ആണ്. അപ്പോൾ 16 years ഗ്യാപ്പിന് ശേഷമാണെങ്കിൽ ഇത് ഡിജിറ്റൽ സെൻസസിനുള്ള ഒരു അപ്രോച്ച് മെയിനായിട്ട് വരുന്നത്. ആൾസോ കാസ്റ്റ് എന്യൂമറേഷനും ഉണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത്ര നാൾ ഡിലേ വന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് പാൻഡമിക് ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ നിന്നാണ് ആക്ച്വലി ഇത് ഷിഫ്റ്റ് ആയത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയെ റീഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആക്ച്വലി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. പിന്നെ വേണ്ടി മാസീവായിട്ട് പ്രിപ്പറേഷൻ ഓൾറെഡി ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ടായിരുന്നു, ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നു ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി സെൻസസ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രിലിംസ് അനാലിസിസിലോട്ടും പോകാം. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മളെ ഹിസ്റ്ററി ഓഫ് കാസ്റ്റ് എന്യൂമറേഷൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ കാസ്റ്റ് ഡേറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 1881 ടൈമിൽ തൊട്ട് 1931 ബ്രിട്ടീഷ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് കോംപ്രഹെൻസീവ് കാസ്റ്റ് എന്യൂമറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സമയത്ത് ഈ കാസ്റ്റ് എന്യൂമറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുക ചെയ്ത് പകരം ഉള്ളി SC ആൻഡ് ST ഡേറ്റ മാത്രമേ കളക്ട് ചെയ്തിരുന്നുള്ളൂ. 1961 ഡയറക്റ്റീവ് ഉണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് സ്റ്റേറ്റ് ടു കണ്ടക്ട് ദെയർ ഓൺ സർവേ ഐഡൻറ്റിഫൈ OBC. അപ്പം ആ ഒരു പവർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിവോൾവ് ചെയ്ത് അവർ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട്. ഫൈനലി ദെയർ വാസ് എ സോഷ്യൽ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഇൻ 2011. പക്ഷേ ആ ഡേറ്റ പുറത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടില്ല. സോ ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാസ്റ്റ് എന്യൂമറേഷനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഇൻഫോഗ്രാഫിക്സ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രിൻസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഡേറ്റ എൻട്രി ഉണ്ടാവും, എസ്പെഷ്യലി യൂസിങ് ടാബ്ലറ്റ്സ് ആൻഡ് സ്മാർട്ട് ഫോൺ. സെൽഫ് എന്യൂമറേഷൻ ഉണ്ടാവും, സിറ്റിസൺ ക്യാൻ ഫിൽ ഫോംസ് ഓൺലൈൻ ആവും. ഫാസ്റ്റർ പ്രോസസ്സാണ്, ഡിജിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ പ്രോസസ്സ് നല്ല ഫാസ്റ്റായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇൻക്ലൂഷൻ ഓഫ് കാസ്റ്റ് സെൻസസ്, ഫസ്റ്റ് ടൈം സിൻസ് ഇൻഡിപെൻഡൻസ് ആണ്. ലാസ്റ്റ് ടൈം ഈ ഒരു കാസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്തത് 1931 ആണ്. ഇതിൻ്റെ ഒരു പോളിസി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വെൽഫെയർ സ്കീമിൻ്റെ റിസർവേഷനിലാണ് മെയിനായിട്ട് ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്. ഇനി എന്താണ് സെൻസസിൻ്റെ ഒരു ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ കണ്ടക്റ്റഡ് അണ്ടർ സെൻസസ് ആക്ട് ഓഫ് 1948 ആൻഡ് സെൻസസ് റൂൾ ഓഫ് 1990. ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അറിയേണ്ട പ്രിലിംസ് പോയിന്റ്. നമുക്കിത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ പോപ്പുലേഷൻ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ GS പേപ്പർ 1-ലും GS പേപ്പർ 2 ഗവർണൻസ് സൈഡും സോഷ്യൽ ജസ്റ്റിസ് സൈഡിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൻ്റെ മെയിൻ അനാലിസിസിലോട്ട് വരുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കീ ടേമിനെ ബേസ് ചെയ്തിട്ടാണ് എസ്പോസോമിക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എസ്പോസോമിക് ഫോർ ബെറ്റർ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂസിൻ്റെ ബ്രീഫ് പറയുകയാണെങ്കിൽ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ 2025 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷനാണ്. അപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര ഹെൽത്ത് റിസ്ക് തരുന്ന ഒരു പ്ലാസ്റ്റിക് ഏരിയയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു UPSCയിൽ. അപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ ആ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാനും അത് അവോയ്ഡ് ചെയ്യാനും ഹെൽത്ത് റിസ്ക് മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ആണ് ആക്ച്വലി ഈ തീം മെയിനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണം.
അപ്പോൾ ഇത് ഇന്ത്യൻ സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് അലാർമിംഗ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ബേർഡൻ. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 25% ഓഫ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഡിസീസ് ബേർഡൻ with environmental and occupational risk factors contributing significantly to NCDs like hair disease, diabetes and asthma. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലോട്ടാണ് ആക്ച്വലി ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ബേർഡൻ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലോട്ടാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് എസ്പോസോമിക് എന്ന് പറഞ്ഞൊരു പുതിയ പാരഡമിക് ഷിഫ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഈ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സിനോട് എക്സ്പോസ്ഡ് ആവുക, അതനുസരിച്ച് നമുക്ക് ജനറ്റിക്കൽ ചേഞ്ച് വരുന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുക, അത് ബേസ് ചെയ്തിട്ടൊരു ഡേറ്റ ഡ്രിവൺ ടെക് എനേബിൾ പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുക. ഇതാണ് ആക്ച്വലി അത് എക്സ്പോസോമിക് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലോങ് ടേം ഹെൽത്ത് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാനും സർവൈലൻസിനും ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഓതർ മെയിനായിട്ട് ഇത് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രിലിംസ് മെയിൻസ് അനാലിസിലോട്ട് പോകും. മെയിനായിട്ട് പ്രിലിംസ് പോയിന്റിൽ വരുന്ന ഫസ്റ്റ് വൺ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ 2025 ആണ്. അപ്പോൾ തീം വന്നിട്ട് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ എല്ലാ കൊല്ലം ഒരു ഹോസ്റ്റ് കൺട്രി ഉണ്ടാവും. ഇത്തവണ ഹോസ്റ്റ് എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. അവിടുത്തെ ജെജു എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒബ്ജക്റ്റീവ് മെയിനായിട്ട് എൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് റിഡ്യൂസ് മൈക്രോ പ്ലാസ്റ്റിക് എന്നുള്ളതാണ്. എന്താണ് ഈ കൺസെപ്റ്റ് ഓഫ് എക്സ്പോസോമിക് ആൻഡ് ഹ്യൂമൻ എക്സ്പോസ് പ്രോജക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ എക്സ്പോസോമിക് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഓൾ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ, സ്റ്റഡി ഓഫ് ഓൾ ലൈഫ്സ് എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ. അതായത് ത്രൂ നമ്മൾ ലൈഫ് പീരിയഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ എക്സ്പോഷറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. പിന്നെ ബേസ് ചെയ്തൊരു ഹ്യൂമൻ എക്സ്പോസോം പ്രോജക്റ്റ് ഉണ്ട്. അത് ബേസ് ചെയ്ത് ഈ എക്സ്പോഷറിനെ മെയിനായിട്ട് മാപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഫൈൻഡ് എൻവയോൺമെൻറ്റൽ കോസ് ഓഫ് ഡിസീസസ്. നമുക്ക് ഉണ്ടാകുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിലും അതിൻ്റെ എൻവയോൺമെൻറ്റൽ കോസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം ഈ എൻവയോൺമെൻറ്റൽ എക്സ്പോഷറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്നാണ് ഡാലി, ഡിസേബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്നാണ്. അതായത് നമ്മൾ എൻവയോൺമെൻറ്റൽ എക്സ്പോഷറാണ് നമുക്കുണ്ടാകുന്ന ഡിസേബിലിറ്റി. ആ ഡിസേബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്താവുന്ന ലൈഫ് ഇയറിനെക്കാട്ടി നമുക്ക് എത്ര ലൈഫ് കുറയുന്നു എന്ന് കണക്കാക്കുന്നതാണ് ആക്ച്വലി ഡാലി എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ വെച്ചിട്ട്. ദെൻ PM 2.5 പൊല്യൂഷൻ, പർട്ടിക്കുലർ മാറ്റർ 2.5 എത്രത്തോളം പൊല്യൂഷൻ കണ്ടൻറ്റിലുണ്ടെന്നുള്ളതും, പിന്നെ വേൾഡ് WHO's ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് ഫ്രെയിംവർക്കും. അത് മെയിനായിട്ട് അസസ് ഗ്ലോബൽ ഹെൽത്ത് ലോസ് ആൻഡ് ഡിസീസ് റിസ്ക്. ഇത് മെയിനായിട്ടാണ് അനലൈസ് ചെയ്യുന്നത് WHO GBD. നമുക്ക് ഈ ഒരു ന്യൂസ് ബ്രീഫ് മെയിനായിട്ട് GS പേപ്പർ 1 സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓൺ ഹെൽത്ത് പാറ്റേൺ എന്നുള്ള ആംഗിളിലും ഗവർണൻസ് സൈഡിലും GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആംഗിളിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഈ ന്യൂസ് ബ്രീഫിൽ മെയിനായിട്ടുള്ള നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസിൻ്റെ ഹെഡ്ലൈൻ വന്നിട്ട് എയിമിംഗ് ഫോർ ആൻ എറ ഓഫ് ബയോ ഹാപ്പിനെസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ അഗ്രോ ബയോഡൈവേഴ്സിറ്റി ത്രട്ടൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിക്ലൈൻ സംഭവിക്കുന്നു എന്നാണ് മെയിനായിട്ട് അത് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. ഇൻഡിജിനിയസ് ക്രോപ്പ് ലൈക്ക് മില്ലറ്റ്സ്, ലെഗ്യൂംസ് ആൻഡ് വൈൽഡ് ഗ്രീൻസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ് ആർ ഡിസപ്പറിങ് due to neglect and shifting towards commercial farming risk both ecological balance and traditional knowledge system. അതായത് ഓതേഴ്സ് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഡിജിനിയസ് ക്രോപ്പ് അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലി നമ്മളിവിടെ കാണുന്ന ക്രോപ്സ് ആയിട്ടുള്ള മില്ലറ്റ്സ്, ലെഗ്യൂംസ് ആൻഡ് വൈൽഡ് ഗ്രീൻസ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിച്ച് ഇൻ ന്യൂട്രീഷനാണ്, ക്ലൈമറ്റ് റെസിലിയൻസ് ഉള്ള ക്രോപ്സാണ്. പക്ഷേ നമ്മൾ കൊമേഴ്ഷ്യൽ ക്രോപ്സിൻ്റെ ഷിഫ്റ്റിംഗ് കാരണം, ഉദാഹരണത്തിന് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് മെയിനായിട്ട് മണി അച്ചീവിങ് ക്രോപ്സ് അതിൻ്റെ സൈഡിലോട്ടുള്ള ഷിഫ്റ്റ് കാരണം, ഈ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലോട്ടുള്ള ഫോക്കസ് കാരണം ഈ ക്രോപ്സിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബോത്ത് റിസ്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ എക്കോളജിക്കൽ ബാലൻസിന് നമ്മൾ ട്രഡീഷണൽ നോളജിന്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഒരു കീ ടേമിൽ പറയുന്നത് ഓപ്പർച്യൂണിറ്റി ക്രോപ്സ് എന്നാണ്. അത് ഈ ഓർഫൻ ക്രോപ്സ് എന്ന് പറയുന്നത് മില്ലറ്റ്സിനാണ്, സ്മോൾ മില്ലറ്റ്സ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ക്രോപ്സ്, അതായത് നമുക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നമ്മൾ ലോസ് ആക്കും ന്യൂട്രീഷൻ വാല്യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം എന്നാണ് ആക്ച്വലി ഓതേഴ്സ് ഈ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. ഓൾറെഡി കുറച്ച് സ്റ്റേറ്റ്സ് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അതിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഒഡീഷാസ് മില്ലറ്റ് മിഷൻസ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവാണ്. ഇറ്റ് ഷോക്കേസ് സക്സസ്ഫുൾ ബയോഡൈവേഴ്സിറ്റി റിവൈവൽ മോഡൽ. അപ്പോൾ ഇത് ആക്ച്വലി MS സ്വാമിനാഥിൻ്റെ എവർഗ്രീൻ റെവല്യൂഷൻ്റെ ഒരു പാർട്ടായിട്ടാണ് ആക്ച്വലി ബയോ ഹാപ്പിനെസ് റെവല്യൂഷൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി ഡ്രിവൻ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അപ്പോൾ ഏതൊക്കെ ആംഗിളിൽ ലിങ്ക് ചെയ്യുന്ന ഫുഡ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് റെസിലിയൻസ്, ട്രഡീഷണൽ വിസ്ഡം, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബയോ ഹാപ്പിനെസ് പ്രോജക്റ്റ് മെയിനായിട്ട് പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ബ്രീഫാണ്. എങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ അഗ്രികൾച്ചറിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതും ബയോഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതും അത് നമ്മുടെ ഫുഡ് സിസ്റ്റത്തിലോട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിന് കറസ്പോണ്ടിങ് ഒരു ന്യൂസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിലിംസ് അനാലിസിസിലോട്ട് പോകാം.
ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെ നോക്കിയാൽ ഒന്ന് ഓർഫാൻ ക്രോപ്സ്, റെയർലി റിസർച്ച് ബട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ലോക്കൽസ്. നെഗ്ലക്റ്റഡ് ആൻഡ് അണ്ടർ യൂട്ടിലൈസ് സ്പീഷീസ്, യൂസ്ഫുൾ പ്ലാന്റ്സ് ബട്ട് നോട്ട് വൈഡ്ലി യൂസ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഓർഫൻ ക്രോപ്സ് എന്ന് വെച്ചാൽ റിസർച്ച് അധികം പോവാത്ത പക്ഷേ ലോക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. നെഗ്ലക്റ്റഡ് ആൻഡ് അണ്ടർ യൂട്ടിലൈസ് സ്പീഷീസ് എന്ന് വെച്ചാൽ യൂസ്ഫുൾ പ്ലാന്റ്സ് ആണ് ബട്ട് നോട്ട് വൈഡ്ലി യൂസ്ഡ് എന്നുള്ളത്. ഓപ്പർച്യൂണിറ്റി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ക്രോപ്സ് വിത്ത് ഹൈ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള ക്രോപ്സ് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെ നോക്കിയാൽ ഒഡീഷാസ് മില്ലറ്റ് മിഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്, അത് എന്നാണ് 2023 ആണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി 8% ഓഫ് വേൾഡ് സ്പീഷീസ് ആണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇന്ത്യയിൽ 4 ഗ്ലോബൽ ഹോട്ട്സ്പോട്ടാണുള്ളത്. നമുക്കിത് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ GS പേപ്പർ 1 കൾച്ചറിൽ, GS പേപ്പർ 2 ഗവർണൻസിലും, GS പേപ്പർ 3 അഗ്രികൾച്ചർ സൈഡിലും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അടുത്ത് വന്നിട്ട് നമ്മുടെ വേറൊരു എനർജി സൈഡിൽ അല്ലെങ്കിൽ എനർജി ടെക് സൈഡിലുള്ള ന്യൂസാണ് ബെസ് ഇൻ ഇന്ത്യസ് ക്ലീൻ എനർജി ട്രാൻസിഷൻ. ഇപ്പോൾ ബെസ് എന്ന് വെച്ചാൽ ആക്ച്വലി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇതെങ്ങനെ നമുക്ക് ക്ലീൻ എനർജി ട്രാൻസിഷനിലോട്ട് എൻഷുർ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. അപ്പോൾ ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് ഗ്രിഡ് സ്റ്റെബിലിറ്റി. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പീക്ക് ലോഡ് മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സൊല്യൂഷൻസ് കീപ്പ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി അത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ക്ലീനാണ്, റിലയബിൾ ആണ്, ആൾസോ റെസിലിയൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ഇത്രയും പൊട്ടൻഷ്യൽ ബേസ് ചെയ്തിട്ട് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇന്ത്യ എയിംസ് ഫോർ 47 GW ഓഫ് ബസ് കപ്പാസിറ്റി ബൈ 2032. ഈ 500 GW എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ടാർഗറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് ബൈ 2030. അതിൽ തന്നെ 47 GW ഈ ബാറ്ററി സ്റ്റോറേജിന് എടുക്കണമെന്നാണ് ആക്ച്വലി പ്ലാൻ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഇപ്പോഴും കുറച്ച് ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. ബാക്ക്ഡ്രോപ്പ് ഇൻ ദ സെൻസ് ഈ ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴും കുറച്ച് ഹേർഡിൽസ് ഉണ്ട്. അതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാപ്പ്, മിനറൽ ആക്സസ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഡിലേയ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹേർഡിൽസ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ന്യൂസിൻ്റെ പ്രിലിംസ് ബ്രീഫിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു കീ ടേംസ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ബെസ് കംസ് ഫോർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ്. സ്റ്റോർസ് റിന്യൂവബിൾ എനർജി യൂസിങ് ബാറ്ററീസ്. റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള ഇപ്പോൾ സോളാർ ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, അത് ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ബസ്സിൽ വരുന്നത്. പിന്നെ വയബിൾ ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഗവൺമെൻറ് ഫണ്ട്സ് ടു സപ്പോർട്ട് അൺപ്രോഫിറ്റബിൾ പ്രോജക്റ്റ്. GAPP അതെന്ന് വെച്ചാൽ ഗ്ലോബൽ അലയൻസ് ഫോർ ക്ലീൻ എനർജി ആക്സസ് ആണ് ആക്ച്വലി GAPP എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ട് ടാർഗറ്റ് 500 GW ആണ് നോൺ ഫോസിൽ എനർജിന്ന്. അതിൽ 47 GW ബാറ്ററി എനർജി സ്റ്റോറേജിലാണ് വരുന്നത്. സ്കീംസ് പ്രോജക്റ്റിൽ നിന്ന് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട SDG 7 ആണ്, UN ഗോൾ ഫോർ അഫോർഡബിൾ ക്ലീൻ എനർജി എന്നുള്ളത്. ഇപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് GS പേപ്പർ 2 ഗവർണൻസ് ആംഗിളും GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്കിലും എക്കോണമി ആംഗിളും നമുക്ക് മെയിനായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ന്യൂസ് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വുമൺ എംപവർമെൻറ്റ് ആസ്പെക്റ്റിലാണ്. അത് എൻവയോൺമെൻറ്റ് ആയിട്ട് എങ്ങനെ ഇൻ്റർലേറ്റ് ചെയ്യുന്നുള്ള ന്യൂസാണ്. ഇപ്പോൾ എംപവറിങ് വുമൺ ഇൻ ഗ്രീൻ ബിസിനസ്. അപ്പോൾ ഗ്രീൻ ബിസിനസ്സിലോട്ട് വുമണിനെ എംപവർ ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഓതർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട് ഗ്രീൻ എക്കോണമിക്ക് വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു 18% സ്റ്റാർട്ടപ്പ് മാത്രമേ വുമൺ ലെഡ് ആയിട്ടുള്ളൂ. ഒരുപാട് ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് വുമന് ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ ഫിനാൻസാണ്. അപ്പോൾ ക്രെഡിറ്റ് റിമെയിൻസ് ബയാസ്ഡ് അഗെയിൻസ്റ്റ് വുമൻ വിത്ത് 79% ഓഫ് വുമൻ എൻ്റർപ്രണേഴ്സ് ആർ സെൽഫ് ഫിനാൻസ്ഡ് ആണ്. പ്രോപ്പർ മെൻറ്റർഷിപ്പ് പ്ലാറ്റ്ഫോം ഒന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഓതേഴ്സ് പറയുന്നത് വെച്ചാൽ നീഡ് ടു ഇൻക്രീസ് വുമൺ ഇൻ ടെക് ഡ്രിവൻ ഗ്രീൻ സെക്ടേഴ്സ്. അപ്പോൾ ടെക് ഡ്രിവൻ ആയിട്ടുള്ള ഗ്രീൻ സെക്ടറിൽ കൂടുതൽ വുമൺ പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്, എസ്പെഷ്യലി ഇൻ റിന്യൂവബിൾ എനർജി, സർക്കുലർ എക്കോണമി ആൻഡ് ബയോടെക്നോളജി. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രിലിംസ് പോയിന്റിലോട്ട് പോകാം. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീൻ എക്കോണമി ഒരു സ്നിപ്പറ്റിൽ പറയുന്നുണ്ട്. ഗ്രീൻ എക്കോണമി എന്തൊക്കെയാണെന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഗ്രീൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ കൺസ്യൂമർ അവയർനെസ്, സസ്റ്റൈനബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഗ്രീൻ ഫിനാൻസിങ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഗ്രീൻ എക്കോണമിയുടെ ഇമ്പോർട്ടൻസിൽ പറയുന്നത്. നമ്മൾ സ്കീംസ് ഏതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് വുമൺ എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ആരെ കീപ്പ് ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ നീതി ആയോഗാണ് കീപ്പ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ദെയർ ഇസ് അനദർ പ്രൈവറ്റ് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, വുമൺ ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ടാറ്റ സ്റ്റീലാണ് മെയിനായിട്ട് ഫോർ വുമൺ എഞ്ചിനീയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദെയർ ഇസ് എ സ്കീം ഫോർ SC ആൻഡ് ST വുമൺ ലോൺ സ്കീം. ബഡ്ജറ്റ് 2025 മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്ത്, എസ്പെഷ്യലി ഫോർ വുമൺ എൻ്റർപ്രണർ ഫ്രം SC ആൻഡ് ST കമ്മ്യൂണിറ്റി.
ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ് ഏതൊക്കെ നോക്കി ഗ്രീൻ എക്കോണമിയാണ്, എക്കോ ഫ്രണ്ട്ലി ഗ്രോത്തിന് വേണ്ടിയിട്ട്, സർക്കുലർ എക്കോണമി. അപ്പോൾ മെയിൻ മോട്ടോ എന്താണ് റീയൂസ്, റീസൈക്കിൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റ് എന്നുള്ളതാണ്. റിന്യൂവബിൾ എനർജി, ക്ലീൻ എനർജി റിസോഴ്സാണ്. ബയോ പാക്കിംഗ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ ഡേറ്റ പോയിന്റ് നോക്കുകയാണെങ്കിൽ 80% വുമൺ ലെഡ് സ്റ്റാർട്ടപ്പാണ് ഇന്ത്യയിലുള്ളത്, 79% സെൽഫ് ഫിനാൻസ്ഡ് ആണ്. ഒഡീഷാസ് ഗ്രീൻ മാർക്കറ്റ് 23 ബില്യൺ വാല്യൂഷനിൽ ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും ബ്രീഫായിട്ട് വരുന്നത്. അതിൻ്റെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് GS പേപ്പർ 2 ഗവർണൻസിലും, GS പേപ്പർ 1 വുമൺ എംപവർമെൻറ്റിലും, GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്കിലും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ന്യൂസ് ചാനൽസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് വന്നിട്ട് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഓതർ പറയുന്നതെന്ന് വെച്ചാൽ 1.5 ഡിഗ്രി സെൽഷ്യസ് ടു 2 ഡിഗ്രി സെൽഷ്യസ് ലിമിറ്റ്സ് ആർ നോട്ട് സയൻറ്റിഫിക്കലി സ്പെഷ്യൽ, ആർ സബ്ജക്റ്റ് ടു മോഡലിംഗ് അൺസർട്ടനിറ്റീസ്. റിയൽ ക്ലൈമറ്റ് ആക്ഷൻ മസ്റ്റ് ഫോക്കസ് ഓൺ ലോക്കൽ ഇമ്പാക്റ്റ് റാദർ ദാൻ ഗ്ലോബൽ ആവറേജ്. അപ്പോൾ ഓതർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന 1.5 ഡിഗ്രി സെൽഷ്യസും 2 ഡിഗ്രി സെൽഷ്യസും എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക്കലി കൊടുത്തിട്ടുള്ള സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതിന് ലോക്കൽ ലെവലിൽ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റ് ആക്ഷൻ ഇത്തിരി കൂടെ റീജിയൻ ലെവൽ അല്ലെങ്കിൽ ലോക്കൽ ലെവൽ സ്പെസിഫിക് ആയിട്ട് പോകണം എന്നാണ് ഓതർ മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് മസ്റ്റ് ബി മോർ ഓഫ് എ ലോക്കലൈസ്ഡ് വൺ ആൻഡ് ഷുഡ് ഹാവ് ഷോർട്ട് ടൈം ആൻഡ് മിഡ് ടൈം പ്രഡിക്ഷൻ എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ആക്ഷണബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് മുമ്പോട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റ് റെസിലിയൻസ് എന്ന് പറഞ്ഞ ആസ്പെക്റ്റ് കൂടുതലും ലോക്കൽ ലെവൽ അക്കൗണ്ടബിലിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കണം എന്നാണ് ഓതർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എയർലി വാർണിംഗ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡിസാസ്റ്റർ റെസ്പോൺസ് ഇത്തിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഫോർകാസ്റ്റിംഗ് ഫെയിലിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഓതർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ ലോക്കൽ ലെവലിൽ അഡാപ്റ്റേഷനിലോട്ട് കൊണ്ടുവരാം എന്നാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് സ്കീംസ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് ഈ ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർലി വാർണിംഗ് ഫോർ ഓൾ, അതൊരു UN പ്ലാനാണ് ഫോർ ഗ്ലോബൽ വെതർ അലർട്ട്സിന് വേണ്ടിയിട്ട്. ഇന്ത്യ ഇതേപോലെ വെതർ അലർട്ട്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നൈബേഴ്സിനെല്ലാം. ഇന്നത്തെ വേറെ ഇമ്പോർട്ടൻറ്റ് കീ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ 1.5 ഡിഗ്രി വേഴ്സസ് 2 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ്. അതിൽ 1.5 ഡിഗ്രി വരെ സേഫറാണ്, പക്ഷേ 2 ഡിഗ്രി സെൽഷ്യസ് റൈസ് എന്ന റിസ്കിയറാണ്. ഹൈപ്പർ ലോക്കൽ ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ഗീവ്സ് വെതർ ഇൻഫർമേഷൻ ഫോർ സ്മോൾ ഏരിയസ്. ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി വന്നിട്ട് ക്ലൈമറ്റ് മിറ്റിഗേഷൻ, അത് മെയിനായിട്ട് എമിഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ, പ്രിപ്പയർസ് ഫോർ ക്ലൈമറ്റ് എഫക്ട്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ദെൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, റെഡ്യൂസസ് ഡിസാസ്റ്റർ റിസ്ക് ആണ് മെയിനായിട്ട്. അപ്പോൾ മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്നുള്ള ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിറ്റിഗേഷൻ ഏരിയയിൽ ഏതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് റിന്യൂവബിൾ എനർജി സൈഡിലാണ്, പിന്നെ മോർ എഫിഷ്യൻറ്റ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് വഴി, പിന്നെ എക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ വഴിയൊക്കെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം അഡാപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോർ റെസിലിയൻറ്റ് അഗ്രികൾച്ചർ സ്പീഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, എൻഡോമോളജിക്കൽ സർവൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, ഫ്ലഡ് ബാരിയേഴ്സൊക്കെ ബിൽഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് മെയിനായിട്ട് ഇത് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് മിറ്റിഗേഷൻ അഡാപ്റ്റേഷൻ ഏരിയയിൽ മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് GS പേപ്പർ 1 ക്ലൈമറ്റ് ഡിസാസ്റ്ററിൽ നമുക്ക് കണക്ട് ചെയ്യാം, GS പേപ്പർ 2 ഗവർണൻസിൽ കണക്ട് ചെയ്യാം, GS പേപ്പർ 3 എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത വന്നിട്ട് ഇത് സെയിം ന്യൂസ് തന്നെയാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. അത് ഇന്ത്യ സൈഡിൽ എങ്ങനെ വരും എന്നുള്ളതാണ്. ഹാസ് ദ എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഇൻ ഇന്ത്യ എക്സാബറേറ്റഡ്. അപ്പോൾ മെയിനായിട്ട് 3 പ്ലാനറ്ററി റിസ്ക് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എമിഷൻസ്, ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് പൊല്യൂഷൻ. അപ്പോൾ ഇത് ആക്ച്വലി ലാസ്റ്റ് ഡേക്കഡോടെ നല്ലോണം വേഴ്സൺ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സിനാരിയോയിൽ. അപ്പോൾ ഈ ഒരു ചേഞ്ച് ആക്ച്വലി ഇന്ത്യയുടെ ക്ലൈമറ്റിനെയും അല്ലെങ്കിൽ എക്കോണമിയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത്രയും എക്സാബറേറ്റ് ആയെന്ന് വെച്ചാൽ മെയിനായിട്ട് കുറച്ച് ഡൈവേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ആണ് ഫോസിൽ ഫ്യൂൽ ഡിപ്പെൻഡൻസ്, ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. ഡീഫോറസ്റ്റേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. മോണോകൾച്ചർ അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഡ്രൈവിംഗ് ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു സസ്റ്റൈനബിളായിട്ട് എക്കോളജി സസ്റ്റൈനബിലിറ്റി എന്നുള്ള ആസ്പെക്റ്റിൽ എടുക്കണമെങ്കിൽ മെയിനായിട്ട് കുറച്ച് ഏരിയാസ് കൺസിഡർ ചെയ്യണം. പ്രൊമോട്ടിങ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കൺസർവേഷൻ, ഗ്രീൻ പോളിസി, ലോ കാർബൺ ലൈവ്ലിഹുഡ്, ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് ഇനിഷ്യേറ്റീവ്സിൽ ഉൾക്കൊള്ളിക്കുന്നതെന്നാണ് മെയിനായിട്ട് ഓതർ പറയുന്നത്. പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കീ ഡേറ്റ ഫിഗേഴ്സാണുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയുടെ കാർബൺ എമിഷനാണ് 2050 2.33 ബില്യൺ ടൺസ് ആയിരുന്നു. അത് 2024 ആയപ്പോൾ 3.12 ബില്യൺ ടൺസ് ആയി. അപ്പോൾ ഇന്ത്യയുടെ ഷെയർ എന്ന് വെച്ചാൽ 8% ഓഫ് ഗ്ലോബൽ എമിഷനാണ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ എമിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന വന്നിട്ടാണ് 12.7 ബില്യൺ ആക്ച്വലി കാർബൺ എമിഷനാണ്. ഇന്ത്യയുടെ പൊസിഷൻ വന്നിട്ട് 8th ആണ് വരുന്നത്.
ഈ ഒരു ന്യൂസ് ബ്രീഫ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ പ്ലാനറ്ററി ക്രൈസിസ് ആണ്. അപ്പോൾ മെയിനായിട്ട് പ്ലാനറ്ററി ക്രൈസിസിൽ ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മോണോകൾച്ചർ, അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. സിംഗിൾ ക്രോപ്പ് ഫാമിംഗ്, സോയിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് എല്ലാം. ദെൻ കാർബൺ ടാക്സേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ടാക്സ് ഓൺ കാർബൺ എമിഷൻ ടു റെഡ്യൂസ് പൊല്യൂഷൻ എന്നുള്ളത്. ഇത്രയാണ് ഈ ഒരു ന്യൂസിൽ മെയിനായിട്ട് വരുന്ന പ്രിലിംസ് പോയിന്റിൽ. നമുക്ക് എൻ്റെ മെയിൻസ് അനാലിസിൽ പോവുകയാണെങ്കിൽ GS പേപ്പർ 1 ജോഗ്രഫിയിലും എൻവയോൺമെൻറ്റ് ആംഗിളിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആംഗിളിലും നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അത് ആക്ച്വലി വൾണറബിൾ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ സീനിയർ സിറ്റിസൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ന്യൂസിൽ പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് പ്ലാൻ ഔട്ട് ചെയ്യുന്നുണ്ട് ഒരു ന്യൂ പോളിസി ഫോർ സീനിയർ സിറ്റിസൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എൽഡർലി പോപ്പുലേഷൻ പ്രൊജക്റ്റഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 20% ആണ് ടോട്ടൽ പോപ്പുലേഷനിൽ ബൈ 2047. ഇപ്പോൾ കറൻറ്റ്ലി 8.23% ആയിരുന്നു 2011. ഇതിപ്പോൾ 2026 ആകുമ്പോൾ 12.16% ആവും. അതായത് നമ്മൾ പോപ്പുലേഷൻ കൊഹോട്ടിൽ ഒരു നല്ല ശതമാനം ഏജിങ് ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു പോളിസി ഷിഫ്റ്റ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ആ ടൈമിൽ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കീ ഏരിയ മെയിനായിട്ട് ഡ്രാഫ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഡിജിറ്റൽ ഇൻക്ലൂഷനും പിന്നെ ഓൾഡ് ഏജ് ഹോംസിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, എൽഡർലി അബ്യൂസ് ഗ്രീവൻസ് റിഡ്രസലിന് വേണ്ടിയിട്ട് പിന്നെ NGO ആക്ടിവിസം പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. കറൻറ്റ്ലി ഇതിൻ്റെ അകത്ത് മെയിൻ ഫോക്കസ് ആയിട്ടുള്ള സ്കീം എന്ന് വെച്ചാൽ രാഷ്ട്രീയ വയോശ്രീ യോജനയാണ്. അപ്പോൾ അത് മെയിനായിട്ട് over 5 lakh senior citizens have already provided free assistance and living device through this RVY അല്ലെങ്കിൽ രാഷ്ട്രീയ വയോശ്രീ യോജന വഴി. അതായത് അവർക്ക് ലൈഫ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സ്കീം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്രിലിംസ് അനാലിസിസിലൂടെ പോവുകയാണെങ്കിൽ മെയിനായിട്ട് ഈ സ്കീം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറഞ്ഞിട്ട് ഗീവ് ഫ്രീ അസിസ്റ്റീവ് ഡിവൈസ് ഫോർ എൽഡർലി. അപ്പോൾ എൽഡർലിക്ക് വേണ്ടി അസിസ്റ്റീവ് ഡിവൈസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഹിയറിംഗ് എയ്ഡ്, വീൽ ചെയർ, ആർട്ടിഫിഷ്യൽ ഡെന്യൂഴ്സ് ആൻഡ് സ്പെക്ടക്കിൾസ് അങ്ങനെയൊക്കെയുള്ള അസിസ്റ്റിംഗ് ഡിവൈസ്. ഇതേപോലെ വേറൊരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ. മെയിനായിട്ട് പ്രൊവൈഡ് ഷെൽട്ടർ, ഫുഡ്, ഹെൽത്ത് കെയർ ആൻഡ് റിക്രിയേഷൻ ഫോർ സീനിയർ സിറ്റിസൺ എന്നുള്ള മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെങ്കിൽ ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന നാഷണൽ കൗൺസിൽ ഫോർ സീനിയർ സിറ്റിസൺ ആണ്. അഡ്വൈസേഴ്സ് ഓൺ സീനിയർ സിറ്റിസൺ പോളിസീസ് ആൻഡ് വെൽഫെയർ. ഇപ്പോൾ ഡേറ്റ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 20% ഓഫ് ഇന്ത്യ വിൽ ബി സീനിയർ സിറ്റിസൺ ബൈ 2047 ആൻഡ് സിഗ്നിഫിക്കൻസ് നീഡ് ഫോർ മോർ എൽഡർലി സപ്പോർട്ടാണ് മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ GS പേപ്പർ 1 ഡെമോഗ്രഫി ആംഗിൾ നമുക്ക് സൊസൈറ്റി ബേസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. GS പേപ്പർ 2 ഗവർണൻസ് ആംഗിൾ നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ബ്രേക്ക് ഡിസ്കഷൻ വരുന്നത്. മെയിനായിട്ട് എൻവയോൺമെൻറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ന്യൂസിലെല്ലാം ഒരു എൻവയോൺമെൻറ്റൽ കണക്ഷൻ ഉണ്ട്. അപ്പം പിന്നെ കാസ്റ്റ് സെൻസസ് ബേസ് ചെയ്ത ന്യൂസും പിന്നെ എൽഡർലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് മെയിനായിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ ഇന്നത്തെ സ്റ്റഡിയിൽ കീപ്പ് ചെയ്യുക. ഇതേപോലെ നാളെ വീണ്ടും ഒരു ന്യൂസ് ഡിസ്കഷനിൽ പിന്നും കാണാം. സോ താങ്ക് യു.